ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള നഴ്സിംഗ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ആ ഒരു സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എല്ലാ കോളേജുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കുട്ടികളൊക്കെ നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നീറ്റ് എക്സാമിനേഷന്റെ ബേസിലോ നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിന്റെ ബേസിലോ അല്ല എങ്കിൽ നീറ്റ് എക്സാമിനേഷന്റെ സെയിം സിലബസിലുള്ള മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയോ ആണ് ഈ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം. ഓക്കെ, ഇന്ന് ഞാൻ ബ്രീഫായിട്ട് എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നഴ്സിംഗ് പാരാമെഡിക്കലിന് വേണ്ടി മാത്രമായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഈ ലിസ്റ്റിൽ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ജിപ്മർ ആണ്. ജിപ്മർ നമുക്കറിയാം നമ്മുടെ ഏറ്റവും നിയർ ബൈ ആണ്, പോണ്ടിച്ചേരിയാണ് വരുന്നത്. ജിപ്മറിൽ BSc നഴ്സിംഗ് കോഴ്സ് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്. ജിപ്മറിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് ജിപ്മറിന്റെ സൈറ്റിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് നീറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ജിപ്മറിന്റെ സൈറ്റിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ നീറ്റിന്റെ സ്കോർ ജിപ്മറിന്റെ സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുവഴിയാണ് നമുക്ക് ജിപ്മറിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് ഞാൻ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ MNS ആണ്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് ആണ്. ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള MNS കോളേജുകളുണ്ട്. സോ ഈ കോളേജുകളിലെ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും നീറ്റ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രം പോരാ, നമ്മൾ MNSന്റെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അവിടെ നീറ്റിന്റെ സ്കോർ മാത്രമല്ല പരിഗണിക്കുന്നത്, അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ നടപടികളും കാര്യങ്ങളും ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് MNSലുള്ളത്. എന്നാൽ നമുക്ക് ലഭിക്കുന്നതോ ഏറ്റവും മികച്ചൊരു കോളേജാണ്, ഏറ്റവും മികച്ച റെപ്യൂട്ടേഷനാണ് നമുക്ക് MNSൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കോളേജുകളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, ഒന്ന് ജിപ്മർ, അതുപോലെ തന്നെ MNS. ഈ രണ്ട് കോളേജ് നമുക്ക് നീറ്റിന്റെ സ്കോർ വഴിയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട, അതായത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് MCC കൗൺസിലിംഗ് വഴി BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ MCC കൗൺസിലിംഗ് നമ്മൾ ജോയിൻ ചെയ്താൽ മതി ഈ ഒരു സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ. അവിടെയും നീറ്റിന്റെ മാർക്കിന്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നത് BHU ആണ്. BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്, വാരാണസിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോളേജുകളുണ്ട്. അഹല്യാബായ് കോളേജ് ഓഫ് നഴ്സിംഗ്, റാം മനോഹർ ലോഹിയ കോളേജ് ഓഫ് നഴ്സിംഗ്, അതുപോലെ തന്നെ അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ്, ലേഡി ഹാർഡിങ്സ് മെഡിക്കൽ കോളേജ്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ഡൽഹി, ഫ്ലോറൻസ് നൈറ്റിംഗൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത്രയും കോളേജുകൾ. ഇതിൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ കോളേജിൽ മാത്രം 15% സീറ്റ് മാത്രമേ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഉള്ളൂ. ബാക്കി 85% സീറ്റ് അവിടെ ഡൽഹി സ്റ്റുഡൻസിന് മാത്രമാണ്. പക്ഷെ ബാക്കി പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ 100% സീറ്റും ഓൾ ഇന്ത്യ കോട്ട തന്നെയാണ്. എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്, നല്ല ചാൻസ് ഉള്ള കോളേജുകളാണ്. ഇനിയും നമുക്ക് ഡൽഹിക്ക് പുറത്തുള്ള കോളേജുകൾ ലൈക്ക് BMHRC ഭോപ്പാലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ESIC കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ. ഈ രണ്ട് കോളേജുകളും ഡൽഹിക്ക് പുറത്തുള്ള സ്ഥാപനങ്ങളാണ്. സോ ഇവിടേക്കും നമുക്ക് MCC കൗൺസിലിംഗ് വഴിയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത് നീറ്റിന്റെ സ്കോർ വഴി അഡ്മിഷൻ ലഭിക്കുന്ന നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജുകളെ കുറിച്ചാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്ത് അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അഡ്മിഷൻ മേടിക്കേണ്ട സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ നിംഹാൻസ് എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിംഹാൻസ്. സോ നിംഹാൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നമ്മളവിടെ പോയിട്ട് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. സോ അവിടെയാണ് സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ നീറ്റിൻ്റെ സെയിം സിലബസിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും നിംഹാൻസിന് വരിക. വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ രണ്ടാമത് പിജിമർ ആണ്. പിജിമർ ചണ്ഡീഗഡിലാണ് വരുന്നത്. പിജിമർ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സാമിനേഷൻ സെൻറ്റർ ഒന്നും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല. കൂടുതലും ആ ഒരു പഞ്ചാബ്, ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റർ വരിക. ബട്ട് നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് മലയാളീസ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എഴുതിയാൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സെൻറ്ററാണ് പിജിമർ എന്ന് പറയുന്നത്.
സോ അടുത്തത് ഓഫ് കോഴ്സ് നമ്മുടെ എയിംസ് ആണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ സീറ്റുള്ള, നമുക്കറിയാം ഒരുപാട് എയിംസ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ എയിംസിൽ നഴ്സിംഗ് കോഴ്സുകളുമുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുമുണ്ട്. സോ BSc നഴ്സിംഗിലേക്ക് ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കാണെങ്കിൽ ബോയ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എയിംസിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. സോ അതുവഴിയാണ് നമ്മൾ അഡ്മിഷൻ ലഭിക്കുന്നത്. ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. സോ ഇതേപോലെ തന്നെ അടുത്തൊരു എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കറിയാം CUET എന്ന് പറയുന്നത്. സോ CUET വഴിയും BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോളേജുകളും പ്രൈവറ്റ് കോളേജുകളാണ്. അത്യാവശ്യം ഫീസും കാര്യങ്ങളൊക്കെ ഉള്ള പ്രൈവറ്റ് കോളേജുകളാണ്. സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.